തോമസ് ചാഴികാടനാണ് ഇവിടുത്തെ MP. ഈ തോമസ് ചാഴികാടൻ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുന്നേ ആയിട്ട് ഈ മണ്ഡലത്തിലുടനീളം ഒരു 10,000 ഫ്ലെക്സോളം വെച്ചു. MP ഫണ്ട് വിനിയോഗിച്ച MP മാരിൽ 1-ാം സ്ഥാനക്കാരൻ ഞാനാണെന്ന് പറഞ്ഞു. ഈ തോമസ് ചാഴികാടനോടും അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന പാർട്ടിയോടും നമുക്ക് ചോദിക്കാനുള്ളത്, ഈ തോമസ് ചാഴികാടൻ കഴിഞ്ഞ 4-4.5 വർഷക്കാലം എവിടെയായിരുന്നു? അതേപോലെ തന്നെ ഇദ്ദേഹം നമ്പർ 1 എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന അടക്കമുള്ള പദ്ധതികളുടെ പേരിലാണ് ജനങ്ങളുടെ മുന്നിൽ ഞാൻ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്നത്. ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന വഴി കണ്ടു 4100 കോടി രൂപ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് എത്തിച്ച തോമസ് ചാഴികാടൻ MPക്ക് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞിട്ട് LDF വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 4100 കോടി രൂപ തോമസ് ചാഴികാടൻ എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു? ഇതല്ല ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് കിട്ടിയ മണ്ഡല വിഹിതമാണ് ഈ 4100 കോടി രൂപ. ഈ 4100 കോടി രൂപ കൊടുത്ത പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെയോ എന്തെങ്കിലും ഒരു സിമ്പൽ ഇദ്ദേഹം ഈ ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്ന ബോർഡുകളിൽ പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം. നമ്മുടെ നാടിന് മെയിനായിട്ടൊരു വികസനം വേണം. പ്രത്യേകം എടുത്തു പറഞ്ഞാൽ പൂരപ്പട പഞ്ചായത്തിൽ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഈ നാട് മാറി വയ്ക്കുന്ന ഇടതും വലതും ഭരിച്ച് ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്തൊരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മോഡി സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, ഒരു ജീവജാലത്തിന് ജീവിക്കണമെങ്കിൽ ജലവും ഭക്ഷണവും വേണം. അത് രണ്ടും മോഡി സർക്കാർ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ്. ആകെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 മുന്നണികൾ മാറി ഭരിച്ചിട്ട് ഒരു മുന്നേറ്റം പോലും ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പഠനം പൂർത്തിയാക്കുന്നത് വിദേശത്ത് പോയിട്ടാണ്. +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ കുട്ടികളും ഇന്ന് കാണുന്നത് വിദേശങ്ങളിലേക്ക് ചേക്കേറാനുള്ളൊരു ജാഗ്രതയാണ്. കാരണം മറ്റൊന്നുമല്ല, അത് കുട്ടികൾ കേരളത്തിൽ നിന്നാൽ, നമ്മുടെ നാട്ടിൽ നിന്നാൽ അവർ വെറും കൂലിപ്പണിക്ക് പോലും ഇന്ന് ഇവിടെ ആളില്ല. കൂലിപ്പണിക്കാരായിട്ട് മാറുന്ന അവസ്ഥ. കാരണം യാതൊരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും നമ്മുടെ കുട്ടികൾക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. നമ്മുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ കേരളത്തിൽ നിന്ന് സ്വന്തം മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് അവരെ പ്രായമാകുന്ന അവസ്ഥയിൽ അവരെ നോക്കാനായിട്ട് കുട്ടികൾ വീട്ടിലുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.